ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരിക്കലും ലവ് അല്ല, ഇതൊരു ഒളിച്ചോട്ടമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് നിങ്ങളാണോ? എപ്പോഴും ഫോൺ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം പോലും മാറ്റിവെച്ച് കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ റിപ്ലൈക്ക് വേണ്ടി ഫോൺ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇമോഷണൽ എസ്കേപ്പ് ആണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വർക്ക് സ്ട്രെസ്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിനെ ഉപയോഗിക്കുന്നത്. പാർട്ട്ണറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവർക്ക് ഒരുപാട് സമയം കൊടുക്കേണ്ടത് എന്റെ കടമയാണെന്നുള്ള പേരില് നിങ്ങളുടെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നിങ്ങൾ മാറ്റിവെക്കാൻ തുടങ്ങും. കാരണം ലൈഫിലെ പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് തരും. എന്നാൽ ഒരാളെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ കൂൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പതുക്കെ പതുക്കെ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു സമയം വരും. അപ്പോൾ ഇത് ഫേസ് ചെയ്യാതെ നിങ്ങൾ പോലും അറിയാതെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പരാതികൾ പറയാൻ തുടങ്ങും. നീ നിന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, ഞാൻ എന്റെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ടാണ് നിന്നോട് സംസാരിക്കുന്നതെന്ന്. ഇത് റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾ ഏത് അറ്റം വരെ പോകാനും റെഡി ആയിരിക്കും. എന്നാൽ അതൊരിക്കലും സോൾവ് ആകില്ല. നിങ്ങൾ ലൈഫിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഡീൽ ചെയ്യാതെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരില്ല. അവസാനം നിങ്ങൾ കംപ്ലീറ്റ്ലി ഒറ്റക്കാകും. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്കുള്ളത് ശരിക്കും ലവ് ആണോ, അതൊരു ഇമോഷണൽ എസ്കേപ്പ് ആണോ?